Hi my dear friends, welcome to Varmas Ruchi World. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഒരു തമിഴ് വിഭവമാണ്. അപ്പോൾ ഇതിന്റെ പേര് പൊരിച്ച കൊളമ്പ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സാമ്പാറിന്റെയും അതുപോലെ തന്നെ പുളിങ്കറിയുടെ ഒക്കെ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു വിഭവമാണിത്. എന്നാൽ ഒരു സാമ്പാറാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരു പുളിങ്കറിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അതും അല്ല. അപ്പോൾ സാമ്പാറിൻ്റെയും പുളിങ്കറിയുടെ ഒക്കെ എന്തോ ഒരു സാമ്യമുണ്ട്, എന്നാൽ അവയിൽ നിന്നൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് തികച്ചും വ്യത്യസ്തമാണ്. ഇത് ചോറിനും അതേസമയം തന്നെ ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പാചകത്തിലെ തുടക്കക്കാരായ ആൾക്കാർക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായുള്ള ഒരു വിഭവമാണ് ഈ പൊരിച്ച കുളമ്പ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത്. പലതരത്തിലുള്ള മിക്സഡ് വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് പലരും പൊരിച്ച കുളമ്പ് ഉണ്ടാക്കണ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കപ്പളങ്ങ അല്ലെങ്കിൽ കുമ്പളങ്ങ, മത്തങ്ങ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പൊരിച്ച കുളമ്പ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിലുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു കുളമ്പ്, ഈ ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പുളി ഉപയോഗിക്കാറില്ല. അതിന് പകരം തക്കാളിയാണ് ഉപയോഗിക്കാറുള്ളത്. ഇന്നിവിടെ നമ്മൾ ഒരു മുരിങ്ങക്കായും ഒരു സബോളയും 2 തക്കാളിയാണ് ഈ വറുത്ത കുളമ്പ് ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും രുചികരമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ നമ്മൾ സാമ്പാറിനും പുളിങ്കറിക്കൊക്കെ നുറുക്കാറുള്ള പോലെ അരിഞ്ഞെടുക്കാം. ഈ കഷ്ണങ്ങൾ നുറുക്കണേക്കാൾ മുമ്പ് തന്നെ നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് ഒരു വാളൻ തുവരപ്പരിപ്പ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കൈപ്പിടിയിൽ ഒരു പിടി തുവരപ്പരിപ്പ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി ഇത് ഒരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് 2-3 വിസിലടിക്കുന്നവരെ നല്ല വെണ്ണ പോലെ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മളിവിടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. തക്കാളിയും മുരിങ്ങക്കായും സബോളയും. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒരുമിച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടി കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് വേവിച്ചെടുക്കാൻ പറ്റും. നമ്മളിവിടെ ഒരു മൺചട്ടിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 തക്കാളിയാണ് ഈ കറിക്ക് എടുത്താക്കുന്നത്. അപ്പോൾ ഇതൊരു മീഡിയം ലെവലിൽ പുളി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പുളി കൂടുതൽ വേണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ കഷ്ണങ്ങളിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇപ്പോൾ ചേർക്കണുള്ളൂ. നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ രുചിക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കറിക്ക് 2 പച്ചമുളകാണ് ചേർക്കുന്നത്. ഈ പച്ചമുളകൊന്ന് നെടുകെ പിളർന്നിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതധികം എരിവില്ലാത്ത പച്ചമുളകാണ്. അതുപോലെ ഒരു തണ്ട് വേപ്പിലയും. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഈ ഒരു കറിയുടെ അരപ്പിന് വേണ്ടതൊക്കെയാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ അരി. നമ്മളിവിടെ പൊന്നിരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പൊന്നിരി അല്ലെങ്കിൽ പച്ചരി ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ പുഴുക്കലരി അത്ര യോജിക്കില്ല. പിന്നെ വേണ്ടത് ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂണ് നല്ല ജീരകമാണ്. പിന്നെ നമ്മളിവിടെ എരിവിന് വേണ്ടിയിട്ട് ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിൽ 3 എണ്ണം സാധാരണ നമ്മൾ വറുത്തിടാനൊക്കെ ഉപയോഗിക്കുന്ന മുളകാണ് എടുത്താക്കുന്നത്. 3 എണ്ണം പിരിയം മുളക്, കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചാക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു നിറവും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്താക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ല, പിരിയം മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഒരു 4 വറ്റൽമുളക് സാധാരണ വറുത്തിടാൻ ഉപയോഗിക്കുന്ന മുളക് എടുക്കുക. പിന്നെ 1-2 തണ്ട് വേപ്പില. ഇനി നമുക്കിതെല്ലാം വറുത്തെടുക്കണം. അപ്പോൾ ഒരു തരി വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ ഓട്ട് വറവിൽ വേണം നമുക്കിതൊക്കെ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചട്ടി അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാൻ എടുപ്പത്ത് വെക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കുക. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മുളക് ചേർത്ത് കൊടുക്കാം. മുളക് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കുത്തൽ, ആ പച്ചമണം ഫുള്ളായിട്ട് മാറി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് ആദ്യം തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നത്.
മുളക് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം കൂടി ഒരുമിച്ചിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാം. ഇത് വെവ്വേറെ ഇടണമെന്നൊന്നുമില്ല. ചട്ടി അത്യാവശ്യം അങ്ങോട്ട് ചൂടായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ അരിയും ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒക്കെ കൂടി ചേർക്കുമ്പോൾ അത് വേഗം മൂത്ത് കിട്ടും. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ആ അരി പൊരിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ അരി അങ്ങോട്ട് നന്നായിട്ട് പൊരിഞ്ഞ് വരുമ്പോഴേക്കും ബാക്കിയുള്ളതെല്ലാം പാകമായിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ജീരകവും അതുപോലെ തന്നെ ആ ഉഴുന്നുപരിപ്പൊക്കെ മൂക്കണ നല്ലൊരു മണം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമ്മുടെ അരി ഇതാ പൊരിഞ്ഞു തുടങ്ങി, അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പിൻ്റെ ഒക്കെ നിറം മാറി തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരം ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരം ഇനി ബ്രൗൺ കളർ ആവണ വരെ ഒന്നും വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാളികേരം ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അതിൽ ആ വെള്ളമയൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി. ഇതപ്പോൾ ഇത്രയാണ് നാളികേരത്തിൻ്റെ വറവ് ആവശ്യമുള്ളൂ. നമുക്കിതൊന്ന് ചൂടാറി കിട്ടണം. ചൂടാറിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. കഷ്ണങ്ങൾ അങ്ങോട്ട് വേവൊന്നും ആയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചേക്കണ തുവരപ്പരിപ്പ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല വെണ്ണ പോലെ വെന്ത തുവരപ്പരിപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ പച്ചക്കറിക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ കറി തിളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. നല്ല മഷി പോലെ അരച്ചെടുത്തുള്ള അരപ്പാണ്. ഇതപ്പോൾ ഈ അരപ്പ് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ കറി നന്നായിട്ട് കൊണ്ട് കുറുകും. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഈ മിക്സിയൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം കൂടി, ഏകദേശം 1 കപ്പ് വെള്ളമുണ്ട്, ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറി ഒന്നുകൂടി നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കറിയുടെ ചാറൊക്കെ കുറുകിയിട്ട് പാകമായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം ഈ കറിക്ക് നമുക്ക് കടുകും മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി താളിച്ച് ചേർക്കാം. നമ്മൾ ഈ കറിയിൽ എവിടെയും വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വറവിടുന്ന സമയത്ത് കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. അപ്പോഴാണ് കറിക്ക് കൂടുതൽ സ്വാദ് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1 സ്പൂൺ കടുകും 2-3 വറ്റൽമുളകും 1 തണ്ട് വേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആ വറുത്തിടാനായിട്ട് ഉപയോഗിച്ച വെളിച്ചെണ്ണയും കറിയിൽ കിടന്ന് പൊരിയാണ്. ഇത് നമ്മുടെ പൊരിച്ച കുളമ്പ് തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും അതുപോലെ 3 പച്ചക്കറികളും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പൊരിച്ച കുളമ്പ് തയ്യാറാക്കിയത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഡിഷാണിത്. ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ പൊരിച്ച കുളമ്പ്. നിസ്സാര സമയം കൊണ്ട് പാചകത്തിലെ തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ ഈ ഒരു ഡിഷ് അവതരിപ്പിച്ചാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട്. അതുവരെ ബായ്.